റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരായ ഡോക്ടർ ഹാരിസ് ഇറക്കലിന്റെ വെളിപ്പെടുത്തൽ ശരിവെച്ച് രോഗികൾ. കാലൊടിഞ്ഞ വയോധികയ്ക്ക് ശസ്ത്രക്രിയയ്ക്കായി 85,000 രൂപയാണ് ചിലവായത്. കുത്തിവെക്കാൻ സിറിഞ്ച് പോലും വാങ്ങി നൽകേണ്ടി വന്നുവെന്നും എന്നിട്ടും ശസ്ത്രക്രിയ നടത്തിയത് 10 ദിവസത്തിന് ശേഷമാണെന്നും കുടുംബം പറയുന്നു. കൊല്ലം ആയൂർ അകമൺ സ്വദേശി ചെല്ലമ്മയ്ക്കാണ് ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ചെല്ലമ്മയുടെ മകൻ ബാബു നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ചെല്ലമ്മ. നമസ്കാരം ബാബു. നമസ്കാരം സാർ. ചെല്ലമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ബാബു? അമ്മ എഴുന്നേറ്റിരിക്കത്തില്ല, ഇങ്ങനെ ശകലം നൂന്നിരിക്കത്തേ ഉള്ളൂ. ഓ ശരി. ഇപ്പൊ എത്ര വയസ്സായി അമ്മയ്ക്ക്? ഹലോ സാറ് അമ്മയ്ക്ക് 85 വയസ്സായി സാറേ. ഓ, എന്താ സംഭവിച്ചത് അമ്മയ്ക്ക്? കാലൊടിയുകയായിരുന്നു, പിന്നീട് സർജറി വേണമെന്ന് പറഞ്ഞു, മെഡിക്കൽ കോളേജിൽ പോയി അല്ലേ? അത് നമ്മളെ ഇവിടെ 12-ാം തീയതിയാണ് അമ്മ വീഴുന്നത്. ഓ, അമ്മ 12-ാം തീയതി രാവിലെ വീട്ടിലാണ് വീണത്. അന്നേരം ആയൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടുന്ന് നേരെ പുല്ലൂർ താലൂക്ക് ആശുപത്രി പോയായിരുന്നു. ഓ, അവിടെ ഒരു ഡോക്ടർ പോലും ഞങ്ങളെ നോക്കിയില്ല. അവിടുന്ന് നേരെ ഞങ്ങൾക്ക് മെഡിക്കലിലേക്കാണ് എഴുതി തന്നത്. ഓ, അവിടുന്ന് ഞങ്ങൾ നേരെ 13-ാം തീയതി രാത്രിയാണ് അവിടെ മെഡിക്കലിൽ ചെല്ലുന്നത്. ഹലോ സാറേ, കേൾക്കാം. പരിശോധിച്ചപ്പോൾ സർജറി വേണമെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു അല്ലേ? സർജറി വേണമെന്ന് പറഞ്ഞു, കമ്പി ഇടണമെന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെയാ അമ്മ വീണത്? എവിടെ? 2022 ഒടിഞ്ഞതായിരുന്നു. ആ വീട്ടിൽ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് തല ചുറ്റി വീഴുകയാണ് ചെയ്ത്. ഒയ്യോ, ശരി. അങ്ങനെ എഴുന്നേറ്റ് തല ചുറ്റിയാണ് സർജറി വീണു. എന്താ വരുമാനം ഉള്ളത് ബാബുവിന്റെ? വരുമാനം എന്താ? ഞാൻ കൂലിപ്പണിക്ക് പോകുന്നേ സാറേ. ഞാൻ കിണറിന്റെ പണിക്കൊക്കെ പോകുന്നത്. കിണറിന്റെ പണിയെ പോകുന്നുള്ളൂ. BPL കാറ്റഗറി ആണ് അല്ലേ? റേഷൻ കാർഡ് BPL ആണ്. അതെ അതെ. ഓക്കെ. അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടേണ്ടതുമാണ്. പൈസ കൊടുക്കാതെ എല്ലാവിധ സേവനങ്ങളും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടേണ്ടതുമാണ്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചത്? അതെ 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 സാറേ, എനിക്ക് അവിടെ ഇഞ്ചക്ഷൻ്റെ ഒരു സിറിഞ്ച് പോലും ഞാൻ അവിടെ നിന്ന് വാങ്ങേണ്ടി വന്നായിരുന്നു. പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നു. ഇത്രയും സാധനങ്ങൾ എൻ്റെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. എല്ലാം പുറത്തുനിന്നാണ് മേടിച്ചു. ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല അവിടുന്ന്. ആകപ്പാട് അവിടെ തന്നേക്കെന്ന് പറഞ്ഞാൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് ക്ഷീണം വരുമ്പോഴത്തേക്ക് ഒരു ട്രിപ്പ് ഇടാനുള്ള കാര്യം മാത്രമാണ് തന്നത്. ബാക്കി ഒരു മെഡിസിനും എനിക്ക് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയില്ല. എക്സ്റേ ആയാലും മറ്റുള്ള കാര്യങ്ങളായാലും അത്രയും ഞാൻ ബുദ്ധിമുട്ടി. അവിടെ അത്രയും രോഗികൾ അവിടെ വിഷമിക്കുന്നുണ്ട്. ഞാനവിടെ 10-12 ദിവസം ഞാൻ അവിടെ നിന്ന് 27-ാം വാർഡിലും 28-ാം വാർഡിലും അത്ര ആൾക്കാർ അവിടെ വിഷമിക്കുന്നുണ്ട്. ബാബു, എത്ര ദിവസം അമ്മ അവിടെ ഉണ്ടായിരുന്നു? 13-ാം തീയതി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, തുടർന്ന് എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നു? ഞങ്ങൾ 12 ദിവസം അവിടെ ഉണ്ടായിരുന്നു. സർജറി കഴിഞ്ഞു, ഇപ്പോൾ നടക്കാൻ പറ്റുന്ന അവസ്ഥയാണ് അല്ലേ? അല്ല, നടക്കാൻ പറ്റത്തില്ല. ഓ, നടക്കാനായിട്ടായില്ല. ഞാനെല്ലാം വാക്കറും മറ്റുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് അമ്മ എങ്ങനെയെല്ലാം നടത്തിക്കാനുള്ള ശ്രമത്തിൽ നിൽക്കും. ഈ സർജറി വേണമെന്ന് പറഞ്ഞപ്പോൾ സർജറിക്ക് വേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിച്ചോ പുറത്തുനിന്ന്? പുറത്തുനിന്ന് വാങ്ങിച്ചാൽ അവിടുത്തെ ഭഗവതി മെഡിക്കലിൽ നിന്നാണ് മേടിച്ചത്. അതിൻ്റെ എനിക്ക് ഡോക്ടർ എഴുതി തന്ന ചീട്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ സ്ഥലത്ത് നിന്ന് വാങ്ങണമെന്ന് ഡോക്ടർ പറഞ്ഞോ, അതോ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി എന്നാണോ പറഞ്ഞത്? അല്ല, ഭഗവതി മെഡിക്കലിൽ നിന്ന് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഓ, അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? ഭഗവതി മെഡിക്കൽ സൊസൈറ്റിയുടെ ഫ്രണ്ടിലൊരു. അതെ അതെ. ഓക്കെ. അവിടുന്ന് പിന്നെ റാഡും കാര്യങ്ങളെല്ലാം അവിടുന്ന് എടുത്തത്. മെഡിസിൻ മെഡിക്കൽ കോളേജിൽ തന്നെ സാധനമൊന്നല്ല. മെഡിക്കൽ കോളേജിൽ 27-ാം വാർഡിൽ 69-ാമത്തെ ബെഡിലാണ് ഞങ്ങൾ കിടന്നത്. ഓക്കെ. അപ്പോൾ 10-12 ദിവസം അവിടെ കിടന്നു. മൊത്തം എത്ര രൂപയുടെ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും? എത്ര രൂപ ചെലവായിട്ടുണ്ടാവും? 12 സാറേ, ഞങ്ങൾ ഇവിടുന്ന് ആയൂരിന്ന് പോയി, ആയൂരിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് മൊത്തം ആംബുലൻസ് കാര്യങ്ങളെല്ലാം എനിക്ക് ഒരു 10-85 രൂപ ഇപ്പം എനിക്ക് ചിലവായിട്ടുണ്ട്. 85,000 രൂപയോളം ചിലവായി. അമ്മയുടെ കാലൊടിഞ്ഞ് ശസ്ത്രക്രിയ ചെയ്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നതായിട്ടുണ്ട്. അതെ അതെ. ഈ ഓപ്പറേഷന്റെ സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയത്? രോഗികൾ അവിടെ എനിക്ക് തന്ന സാധനങ്ങളുടെ ലിസ്റ്റാണ് സാറേ. അത് ഭഗവതി മെഡിക്കലിൻ്റെ റാഡ് മറ്റുള്ള സാധനങ്ങൾ എല്ലാവരും പാക്ക് ചെയ്താൽ തന്നു. അത് തിരിച്ച് അവർ അതേപോലെ ബാലൻസ് സാധനം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് ഏത് സാധനം എടുത്തെന്നോ എന്തൊന്നും എനിക്കറിയത്തില്ല. ഈ ഭഗവതി മെഡിക്കൽസിൽ മാത്രം എത്ര രൂപ ചെലവായി ബാബു? അവിടെ മാത്രം മെഡിക്കൽ സ്റ്റോറിൽ മാത്രം 22,000 രൂപയായി. ഇതെല്ലാം ശരിക്കും ഇതിൽ പലതും മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടേണ്ടതായിരുന്നു.
ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ 3 പ്രാവശ്യം അമ്മയ്ക്ക് ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടായിരുന്നു സാറേ. അത് എക്സ്പയർ ആയി പോയെന്ന് പറഞ്ഞു. ഞാനത് 3 പ്രാവശ്യം ഞാൻ സൂപ്രണ്ട് ഓഫീസിൽ പോയായിരുന്നു. സൂപ്രണ്ട് ഓഫീസിൽ ചെന്നവൻ പറഞ്ഞ് നിങ്ങളുടെ അമ്മയ്ക്ക് പ്രായം കഴിഞ്ഞു പോയി, അതുകൊണ്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ടും തരാൻ പറ്റത്തില്ല, നിങ്ങൾ സമയത്ത് അത് പുതുക്കാത്തുണ്ടല്ലേ നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ വന്നെന്ന് പറഞ്ഞു. അത് അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു പുതുക്കണമെന്ന മറ്റുള്ള കാര്യങ്ങൾ. അമ്മ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമാണ്. ഇതേപോലെയാണോ മറ്റുള്ള രോഗികളുടെയും അവസ്ഥ? കർണാടകയിലായിരുന്നു. അതേ സാറേ, അതേപോലെ തന്നെയാണ് എൻ്റെ അമ്മ കിടന്നതിൻ്റെ അടുത്ത് തന്നെ നെയ്യാറ്റിൻകരയുള്ളൊരമ്മ. ആ അമ്മയ്ക്ക് മക്കളില്ല, മറ്റുള്ളവരില്ല. അവർക്ക് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നാണ് അവർക്ക് ഓപ്പറേഷൻ ചെയ്തത്. അവർ എൻ്റെ അമ്മ കിടന്ന അതേ ബെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരും കിടന്ന്. ഈ ബാബു ബുദ്ധിമുട്ട് അവിടെ ഓരോ രോഗിക്കും ഉണ്ട്. ഓരോ രോഗി, എൻ്റെ അമ്മയുടെ മാത്രമല്ല. പൈസ എങ്ങനെ കണ്ടെത്തി ബാബു? എന്ത് സാർ? പൈസ എല്ലാം കടം മേടിച്ചത് സാറേ, എല്ലാം. ഇപ്പോഴും ഒരാൾക്കുള്ള 5000 രൂപ ഞാൻ പലിശയ്ക്ക് എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് നാളെ സ്റ്റിച്ച് എടുക്കണം. ഇവിടുന്ന് പോകണമെങ്കിൽ ആംബുലൻസ് വിളിച്ചേ പോകാൻ പറ്റും. എല്ലാം കടം മേടിച്ച് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്തവരാണ്. ഞാനാണെങ്കിൽ കർണാടകയിൽ ഞാൻ റിങ്ങിൻ്റെ പണിക്കാരനാണ്, കിണറിൻ്റെ. ഞാൻ കർണാടകയിൽ നിന്ന് വന്ന വഴിക്കാണ് അമ്മയ്ക്ക് ഇത് സംഭവിച്ചത്. അങ്ങനെ കുറച്ച് പൈസ എൻ്റെ കൈവശം ഒരു 10,000-20,000 രൂപ ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി എല്ലാം ഞാൻ കടം മേടിച്ചതാണ്. ഒരു പൈസ പോലെ എൻ്റെ കയ്യിൽ എനിക്ക് 2 പെൺമക്കൾ, അവരെ 2പേരെയും കെട്ടിച്ച് ഞാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടി ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എനിക്ക് മനസ്സിലായി ബാബു. സിറിഞ്ച് അടക്കം ഞാൻ പറഞ്ഞു പോയത്. സിറിഞ്ച് അടക്കം മേടിക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഈ ട്രിപ്പ് ഇടുന്നതിന് നമുക്കൊരു ട്യൂബ് കണക്കൊരു സാധനമുണ്ട്. അത് അവർ പറയും ഇവിടെ സ്റ്റോക്കില്ല, അതുകൊണ്ട് നിങ്ങൾ അത് സൂക്ഷിച്ച് പൊടി കയറാതെ സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞു. അതാണ് പിന്നെ അതെടുത്ത് തന്നെ അതിട്ട് കുത്തിയിടുന്നത്. ആ ട്യൂബ് ഉണ്ടല്ലോ, നമ്മൾ ട്രിപ്പ് ഇടുന്ന ട്യൂബ്, മനസ്സിലായി. ആ ട്രിപ്പ് ഇടുന്ന ട്യൂബ് അവിടെ സ്റ്റോക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യാം, അത് ഇട്ട സാധനം നിങ്ങളത് എടുത്ത് സൂക്ഷിച്ച് പ്ലാസ്റ്റിക് കവറിനകത്താക്കി റെഡിയാക്കുക. ഇങ്ങേറ്റം മാസ്ക് വരെ, ഒരേ സാധനം മാസ്ക് വരെ ഞാൻ ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സാധനം എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ഒരു സാധനം. ഈ ചോദിക്കുമ്പോൾ എന്താ അവർ പറയുന്നത് ബാബു? ഒരു സാധനം അവർ പറയുന്നത് നിങ്ങൾ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ശരിയായി കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എവിടെയെങ്കിലും പിന്നെ കാര്യങ്ങൾ അന്വേഷിക്കും, അല്ലെങ്കിൽ അമ്മയുടെ ഓപ്പറേഷൻ നടക്കത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അമ്മയ്ക്ക് ഇപ്പോൾ എത്ര വയസ്സ് കഴിഞ്ഞു? 85 കഴിഞ്ഞു. എൻ്റെ വിഷമം കൊണ്ട് സാറാ ഞാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അമ്മയ്ക്കിപ്പോൾ 85 വയസ്സാകാൻ പോകുന്നു. മനസ്സിലായി ബാബു. അമ്മ ആദ്യം ബാബുവിനെ പോലെയുള്ളവർക്ക് വേണ്ടി കൂടിയാണ് ഡോക്ടർ ഹാരിസ് ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അപ്പൊ ഹാരിസ് പറഞ്ഞത് ശരിയാണ്. പുറത്ത് രോഗികളുടെ കയ്യിൽ രോഗികളോട് പറഞ്ഞ പുറത്തുനിന്ന് സാധനം വാങ്ങേണ്ട അവസ്ഥയാണ്. ഞാൻ സാറേ, അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ റിപ്പോർട്ട് ചാനലിൽ ഞാൻ വിളിച്ചത്. ഞാൻ എല്ലാ ദിവസവും ചാനൽ കാണുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നത് എനിക്കൊരു നേട്ടത്തിന് വേണ്ടിയിട്ട്. നാളെ ഒരാൾക്ക് ഇതേപോലെ വരരുത്. ഇല്ലായ്മക്കാരായില്ല, നാളെ ഒരു മനുഷ്യന് ഇത് വരരുത്. ബാബു പറഞ്ഞത് ശരിയാണ്. ബാബു പറഞ്ഞത് ശരിയാണ് ബാബു. എന്തായാലും അക്കാര്യം നമുക്ക് പരിശോധിക്കാവുന്നതാണ്. നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ടറും കൂടി സഹകരിക്കും. താങ്ക് യു ബാബു. എന്തായാലും അമ്മയെ കൊണ്ടുപോയി സ്റ്റിച്ചൊക്കെ എടുത്ത് വരിക. അതേപോലെ സാറേ, ഇനി എൻ്റെ അമ്മയ്ക്ക് ചെക്കപ്പിന് 6 ആഴ്ച കഴിഞ്ഞ് കൊണ്ടുവല്ല. ഞാൻ ഈ ചാനലിൽ പറഞ്ഞതുകൊണ്ട് എൻ്റെ അമ്മയുടെ ചെക്കപ്പിന് വല്ല ബുദ്ധിമുട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബാബു. അതൊക്കെ നമ്മൾ ഉറപ്പാക്കിക്കോളാം. അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. പ്രതികാര ബുദ്ധിയോട് കൂടി അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. അത് നമുക്ക് ഉറപ്പാക്കാം. അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. താങ്ക് യു ബാബു, താങ്ക് യു. കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൽ. ബാബുവാണ്. ബാബുവിൻ്റെ അമ്മയുടെ പ്രായം 85 വയസ്സാണ്. ചെല്ലമ്മാമ്മ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവില്ലേ, ഇങ്ങനെ വീഴുന്ന സമയത്ത് സർജറി വന്ന് നമ്മൾ പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഒന്നുമില്ലാതെ ചെല്ലുന്ന മനുഷ്യരുടെ, ഈ കൂലിവേല പണിക്കാരായിട്ടുള്ള മനുഷ്യർ, അവരുടെ കയ്യിലൊക്കെ ഒരു 10,000-15,000 രൂപയൊക്കെ ചിലപ്പോൾ എടുക്കാൻ കാണും. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പണം മറ്റുള്ളവരുടെ നിന്ന് വാങ്ങേണ്ടി വരും. 85,000 രൂപ മുടങ്ങേണ്ടി വന്നു കാലിലു സർജറി കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പണം കൊടുത്തിരിക്കുന്നത് മറ്റ് ഈ മെഡിക്കൽ സെൻറ്ററുകൾ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് സാധനം വാങ്ങുക, അതിനുവേണ്ടിയാണ് ഇത്രയും ചിലവായതെന്നാണ് ബാബു പറയുന്നത്.